In this class we are starting our module 2. Module 2 നമുക്ക് രണ്ട് പാർട്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് പറയുന്നത് മാഗ്നറ്റിസം ആണ്. എന്താണ് മാഗ്നറ്റിസം, എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട്സും ഇലക്ട്രിക് സർക്യൂട്ട്സും തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ദെൻ സെക്കൻഡ് ഹാഫിൽ വരുന്നതാണ് എ സി ഫണ്ടമെൻറ്റൽസ് ഓഫ് എ സി സർക്യൂട്ട്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡി സി കറണ്ടിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഷേപ്പ് നമുക്കറിയാം. എന്തായിരുന്നു, നമ്മൾ ആക്സിസ് വരച്ചു അല്ലേ, എന്നിട്ട് ദെൻ ടൈം ആക്സിസ് നമ്മളിവിടെ കൊടുത്തു, ദെൻ വോൾട്ടേജോ കറണ്ടോ എലോങ് വൈ ആക്സിസ് കൊടുത്തു. ദെൻ ഡി സി വോൾട്ടേജ് ഓർ കറണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ടൈമിനനുസരിച്ചിട്ട്. ദെൻ മറിച്ച് നമ്മൾ എ സിയിലോട്ട് വരുമ്പോൾ എന്താണ്, ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അല്ലേ, ദാറ്റ് വാരീസ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി. മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും മാറുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ആക്സിസ് വരയ്ക്കണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സൈൻ വേവ്, നമുക്കറിയാം സൈൻ വേവിൻ്റെ ഷേപ്പ് നമുക്കറിയാം എങ്ങനെയായിരുന്നു, 0 സ്റ്റാർട്ട് ചെയ്ത് ദെൻ തിരിച്ച് മാക്സിമം അഗെയിൻ ബാക്ക് ടു 0, ഇങ്ങനെയാണ് സൈൻ വേവ്. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എ സി ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജോ കറണ്ട് എന്ത് വേണമെങ്കിൽ ആവാം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, മാഗ്നിറ്റ്യൂഡും മാറുന്നുണ്ട്, പൊളാരിറ്റി മാറുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു ഹാഫ്, ഈ മൊത്തം സമയം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദെൻ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അത് കഴിഞ്ഞ് അഗെയിൻ ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മൊത്തം ടൈമിന് നമ്മൾ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞു, അതിന് ടി എന്ന് പറഞ്ഞു. ദെൻ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെയും ഇത് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം ഒരു സൈക്കിളിനെ കുറിച്ച് പറയാം. അപ്പോൾ എന്താണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഒരു സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ഓഫ് സം ടൈം അല്ലേ. ഒരു ഗ്രൂപ്പ്, ഒരു സെറ്റ് പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഹാഫ് സൈക്കിളിൻ്റെ ദെൻ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നതെന്നും പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഇനി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് സൈൻ വേവ് മാതിരി വാരി ചെയ്യുന്നു കേട്ടോ. ഇനി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എ സി സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ്, ഇത് സ്ക്വയർ ആവാം, അല്ലെങ്കിൽ ചില കേസിൽ ട്രയാങ്കുലർ ആവാം, ദെൻ സോട്ട് ടൂത്ത്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സൈൻ വേവ് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഒരു എ സിനെ പറ്റി പഠിച്ചു. ഓൾട്ടർനേറ്റിംഗ് ആണ്, അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. ആ ഒരു മൊത്തം സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെന്ന് പറഞ്ഞു, വിച്ച് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളൊരു കാര്യം പറയുന്നത്, ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ തൽക്കാലം ഞാൻ ഈ ആക്സിസിനെ സൗകര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തുടർന്ന് ഒമേഗ ടി എന്ന് പറഞ്ഞു. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി, സ്മോൾ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം. ഓക്കെ, ഇപ്പോൾ ഒമേഗ ടി 0 ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ വോൾട്ടേജ്, ഞാനിപ്പോൾ വോൾട്ടേജ് കറണ്ട് എന്ത് വേണമെങ്കിൽ ആവാം. അപ്പോൾ വോൾട്ടേജ് V = 0 എന്ന് എഴുതി. ദെൻ ഇവിടെ എത്തിക്കഴിഞ്ഞു, അതായത് മൊത്തം ടി, ഇതാണ് ടോട്ടൽ ടൈം പീരീഡ് ടി അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ T/2 എന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് T/4 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ദെൻ T/2 + T/4, അത് 3/2T എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോറി, നോട്ട് 2/3T, 2/3T എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം, T/4ൽ എന്ത് സംഭവിക്കുന്നു, T/4ൽ വോൾട്ടേജ് എന്തായി, വെൻ ഒമേഗ ടി = T/4 എന്ന് പറഞ്ഞ സമയത്തിൽ മാക്സിമമായി. അപ്പോൾ ആ മാക്സിമത്തെ ഞാൻ Vmax അല്ലെങ്കിൽ VM എന്ന് വിളിച്ചു, VM. അപ്പോൾ മാക്സിമം വോൾട്ടേജ്. ദെൻ T/2ൽ വെൻ ഒമേഗ ടി ടൈം അല്ലെങ്കിൽ എക്സ് ആക്സിസ് ഒമേഗ ടി = T/2, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് വിൽ
അഗെയിൻ ഈക്വൽ ടു 0. അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കും. ദെൻ അപ്പുറത്തെ T2/3Tയിലെത്തുമ്പോൾ എന്തായി, നമുക്ക് V is equal to മൈനസ് ഇവിടെ നെഗറ്റീവ് മാക്സിമം -Vm. ഓക്കെ, ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു പോയിന്റ് മാക്സിമം പോയിന്റ്, അതിന് നമ്മൾ പീക്ക് വാല്യൂ മാക്സിമം വാല്യൂ എന്നൊക്കെ പറയാം. ഒരു കറണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇ മാക്സ് അല്ലെങ്കിൽ ഇ എം എന്നും വി എം എന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടെ ഇ എം, ഇത് മൈനസും ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2/3 ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് -Vm ആയി. അങ്ങനെ നമുക്ക് മാറി മാറി വരാം. അതായത് ഒരു വോൾട്ടേജിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി കറണ്ടോ വോൾട്ടേജോ എന്താണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓരോ ഇൻസ്റ്റൻറ്റിലും വേറെ വേറെ ആയിരിക്കും. അതിങ്ങനെ അടുത്ത സൈക്കിളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഓരോ ഇൻസ്റ്റൻറ്റിൻ്റെയും വാല്യൂ, അതായത് അറ്റ് ദ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ദ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ആ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി അല്ലെങ്കിൽ ഐ സ്മോൾ ലെറ്റർ ഉപയോഗിക്കും. ഈക്വൽ ടു നമ്മൾ ഇപ്പോൾ വോൾട്ടേജിൻ്റെ പറയാം, വി ഈസ് ഈക്വൽ ടു വി എം സൈൻ ഒമേഗ ടി. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ വി ഈസ് ഈക്വൽ ടു, അതുമാതിരി കറണ്ട് ആണെങ്കിൽ മാക്സിമം കറണ്ട് ഐ എം സൈൻ ഒമേഗ ടി. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ ടി ഈസ് ഈക്വൽ ടു നമ്മൾ തീറ്റ എന്ന് പറയും. തീറ്റ എന്താണെന്ന് നമുക്ക് വരുന്നുണ്ട്, അപ്പോൾ നോക്കാം. ദെൻ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് 2-3 ടേംസും കൂടി പഠിക്കാനുണ്ട്. അതായത് പീക്ക് ഓർ മാക്സിമം വാല്യൂ. ഇതാ നമ്മളിപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ട്, ഇത് പോസിറ്റീവ് പീക്ക് മാക്സിമം വാല്യൂ എന്ന് പറയും. ദെൻ ദിസ് വൺ നെഗറ്റീവ് പീക്ക് മാക്സിമം വാല്യൂ എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സൈക്കിൾ. അപ്പോൾ ഈ പോസിറ്റീവ് മാക്സിമം നിന്ന് നെഗറ്റീവ് മാക്സിമത്തിലേക്കുള്ള വാല്യൂ അതിന് നമ്മൾ പറയുന്നത് പീക്ക് ടു പീക്ക് വാല്യൂ എന്നാണ്. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റിംഗ് വേവ് ഫോം ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ +10 ആണെന്ന് വിചാരിക്കുക, ഇവിടെ -10 ആണ് മാക്സിമം വാല്യൂ, വോൾട്ടേജോ കറണ്ട് എന്ത് വേണമെങ്കിൽ ആവട്ടെ. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള പീക്ക് ടു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 + ഈ 10, അപ്പോൾ 20 വോൾട്ടാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത് 20. ഓക്കെ, മാക്സിമം അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ പറയുന്ന വേറൊരു പേര് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നതും പീക്ക് വാല്യൂ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ വേവ് ഫോം എന്ന് പറയുന്നത് എന്താണ്, ദെൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, സൈക്കിൾ, ദെൻ ഫ്രീക്വൻസി. നമ്മളൊരു കാര്യം വിട്ടുപോയി, ഫ്രീക്വൻസിയെ പറ്റി പറയാനുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഇതുപോലത്തെ എത്ര സൈക്കിൾസ് വന്നു, അതായത് ഇത്രയും ആണ് ഒരു സെക്കൻഡിൽ വന്നിട്ടുള്ള സൈക്കിൾ. ഇതൊരു സൈക്കിളായി. ദെൻ അഗെയിൻ രണ്ടാമത്തെ, മൂന്നാമത്തെ, ദെൻ 4, 5 എണ്ണം ഉണ്ട് നമുക്കിവിടെ ഒരു സെക്കൻഡിൽ വന്നാന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 5 ഹെർട്സ് എന്ന് പറയും. നമ്മുടെ അപ്പോൾ ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു 1/f. കാരണം മനസ്സിലാക്കാം, ഒരു സെക്കൻഡിൽ 5 തവണ വന്നു. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/f. നമുക്ക് നമ്മുടെ വീട്ടിലെ സപ്ലൈ ഫ്രീക്വൻസി എത്രയാണ്, 50 ഹെർട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/50 സെക്കൻഡ്സ്. അതാണ് നമ്മുടെ വീട്ടിലെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടും എത്ര മില്ലി സെക്കൻഡ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. ഒരു വേവ് ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേണ്ടത്. ഇനി വരുന്നുണ്ട് RMS വാല്യൂ, ആവറേജ് വാല്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്കിനി എങ്ങനെയാണ് ഈ AC വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കണം. AC വോൾട്ടേജിന് ഒരുപാട്, അല്ലെങ്കിൽ AC കറണ്ടിന് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ACൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് DCയേക്കാൾ ഉപരി നമ്മൾ മോസ്റ്റ്ലി ഡൊമസ്റ്റിക് പർപ്പസ് ആയാലും ഇൻഡസ്ട്രീസ് ആയാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ AC ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈവൻ മൊബൈലിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ ബാറ്ററിയൊക്കെ നമുക്ക് എന്തിനാണ് DC ചാർജിങ് ആണ് വരുന്നത്. അത് വിചാരിച്ച് നമ്മൾ വീട്ടിലൊന്നും DC കറണ്ട് അല്ല നമ്മൾ എടുക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് വരുന്ന AC കറണ്ട് നമ്മുടെ ചാർജർ യൂണിറ്റ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചാർജ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ബെറ്റർ AC ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓവർ DC നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ AC ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന AC ജനറേറ്റേഴ്സ്, അതിന്
ഡി സി ജനറേറ്ററിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവാണ്, ദെൻ ഹൈ വോൾട്ടേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇടുക്കിയിലൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ ടർബൈൻസൊക്കെ ജനറേറ്റേഴ്സൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് 11 kV അല്ലെങ്കിൽ 33 kV 33,000 ഒക്കെ വോൾട്ടേജാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അത് എ സിയിൽ വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഡിവൈസാണ് ട്രാൻസ്ഫോർമർ. അപ്പോൾ ട്രാൻസ്ഫോർമർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ജെ സിയിൽ മാത്രമേ ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ളൂ. ഡി സി ട്രാൻസ്ഫോമേഴ്സൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ മെയിൻലി ഉപയോഗിക്കുന്ന ഇവിടെ നമ്മൾ പുറത്ത് കാണുന്ന എല്ലാ ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും അതുപോലെ തന്നെ പവർ സ്റ്റേഷനിലൊക്കെ ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്ഫോർമറും ഇതെല്ലാം നമുക്ക് എന്താണ് എ സിയിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുന്ന് വരുന്ന ഇപ്പോൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന 11 kV 33 kV ഒക്കെ എത്ര ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് 400 kVയും അല്ലെങ്കിൽ 660 kVയും 760 kV ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അത് വീണ്ടും തിരിച്ച് നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്താണ് സിംഗിൾ ഫേസ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 230 വോൾട്ട് ആണ്, അല്ലെങ്കിൽ 3 ഫേസ് സപ്ലൈ 400 വോൾട്ടിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, അതിലോട്ട് വരുന്ന 11 kVനെ തിരിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് വേണ്ട വോൾട്ടേജിലോട്ട് മാറ്റിത്തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് എ സിയിലാണ് ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിച്ച് സിമ്പിൾ ആൻഡ് എക്കണോമിക്കൽ ട്രാൻസ്മിഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ കേസ് വരുന്നത്, നമുക്ക് എ സി മോട്ടോർ. നമുക്ക് ഉപയോഗിക്കുന്ന ഡി സി മോട്ടോറിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനും എഫിഷ്യൻ്റായിട്ടും അതേപോലെ കോസ്റ്റ് കുറവിലൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത് എ സി മോട്ടോഴ്സാണ്. ദെൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും എഫിഷ്യൻസി, അതേപോലെ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വേണ്ട പ്രൊട്ടക്റ്റിംഗ് ഡിവൈസസും മറ്റു കാര്യങ്ങളൊക്കെ ഡി സി ആകുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് എ സി ആണ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് എന്ന് നമുക്ക് നോക്കാം. ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്. ഓക്കെ, ജനറേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്. ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നമുക്കിവിടെ അതിന് മുന്നേ ജസ്റ്റ് ഒരു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം. അത് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് എൻ്റെ ഒരു മാഗ്നറ്റിസം നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നതിന് ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ടായിരിക്കും. ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കുറച്ച് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സസ് പോകുന്നുണ്ടാവും. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൾഷനോ അതൊക്കെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടക്റ്റിംഗ് അല്ലെങ്കിൽ ഇവിടെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കോയിലാണ് ഇതിങ്ങനെ ചുരുട്ടിയിട്ടുള്ള ഒരു കോയിൽ. ഓക്കെ, കോയിലിന് ഒരു എൻഡ് ഉണ്ട് ഇവിടെ, ദെൻ രണ്ടാമത്തെ എൻഡ് 1-1-1-2 അങ്ങനെയെങ്കിലും കൊടുത്തു. അപ്പോൾ ഞാൻ ഈ കോയിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തിരിപ്പിക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോയിലൊരു ഇ എം എഫ്, ഒരു വോൾട്ടേജ് ഈ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ ഫാരഡേ പറഞ്ഞിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച ഒരൊറ്റ ടേണാണല്ലോ കേട്ടോ. അതേമാതിരി ഒരുപാട് ടേൺസിൽ നമുക്കിത് ചുറ്റാം. ഇത് ഇങ്ങനെ ചുറ്റാം. നമുക്ക് വേണമെങ്കിൽ ടേൺസിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഈ കോയിൽ ചുറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ തൽക്കാലം പറയാൻ വേണ്ടി എളുപ്പത്തിന് ഒരൊറ്റ കോയിൽ ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ക്ലോക്ക് വൈസ് ഈ ഡയറക്ഷനിലോ നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ ഡെഫിനിഷൻ തുടങ്ങേണ്ടത്, whenever a moving coil is placed inside a magnetic field an EMF will induced in it. ഒരു EMF ഈ കോയിലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഫാരഡേ ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഫാരഡേ എന്ത് പറഞ്ഞു, ഒരു EMF ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് ഈ ലൈൻസിനെ പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഈ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്.
ഓക്കെ, ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. അതിനൊന്നും കൂടി ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എത്ര ടേൺസ് ഉണ്ട് നോക്കി. അപ്പോൾ n നമ്പർ ഓഫ് ടേൺസ്, ഞാൻ ഇവിടെ 1ന് പകരം ഒരു n നമ്പർ ഓഫ് ടേൺസ് എടുത്തു. ദെൻ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒരു മൈനസ് സൈൻ കൊടുക്കാൻ കാരണം ലെൻസസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അത് നമ്മൾ മാഗ്നറ്റിസം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരും. അത് പ്രകാരമാണ് നമ്മളിവിടെ അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫോർ എ ജനറേറ്റിംഗ് ഓൾട്ടർനേറ്റിംഗ് ഇ എം എഫ്, ഒരു എ സി ഇ എം എഫ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു മൂവിങ് വയറും ഉണ്ടായിരുന്ന അതാണ് നമ്മുടെ ഒരു ഇ എം എഫിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് രീതിയിൽ ജനറേറ്റ് ചെയ്യാം. ഈ ഫ്ലക്സ്, അതായത് ഈ ഫൈ എന്ന് പറയുന്ന ഫ്ലക്സിന് ഒരു ചേഞ്ച് വന്നാൽ മതി കണ്ടക്ടറായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടക്ടർ ഇവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, പല ജനറേറ്ററിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഈ സർക്യൂട്ടിനെ അപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് പോസിബിൾ ആണ്. തൽക്കാലം നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു ഈ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു -n ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് d∅/dt എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതാ ഇവിടെ മാഗ്നറ്റ്സ് വരച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നോർത്ത് പോൾ ഉണ്ട്, ദെൻ സൗത്ത് പോൾ. ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇതാ ഈ ലൈനിലാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ആരോ ലൈനിൽ കാണിച്ചിട്ടുള്ളതാണ് ഫ്ലക്സ്. ദെൻ ഈ ഒരു കോയിൽ ഞാൻ അവിടെ വെച്ചു. അപ്പോൾ ആ കോയിൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാ ഇങ്ങനെയാണ് കോയിൽ വെച്ചിരിക്കുന്നത്. ആ കോയിൽ പിന്നെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കോയിലിൻ്റെ എൻസിന്. ഈ സൈഡ് AB എന്നിട്ടു, ഈ സൈഡിന് CD എന്നിട്ടു. അപ്പോൾ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഈ കോയിൽ ഇപ്പം നേരെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫ്ലക്സിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റും ഈ കോയിലിന് എല്ലാ ലൈൻസും കൂടി ഇതിനു കൂടെ കടന്നു പോകുന്നുണ്ട് അല്ലേ. നമ്മുടെ കോയിലിൻ്റെ അകത്ത് കൂടെയാണ് എല്ലാ ലൈൻസും കടന്നു പോകുന്നത്. ഇനി നമുക്ക് ഈ കോയിൽ എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഡയറക്ഷൻ മാറ്റി മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇതിലിപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കൊടുത്തിട്ടുണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിനകത്തൊരു കോയിൽ ഇരിക്കുന്നുണ്ട്. ഈ കോയിലിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് ഇതാ ഇപ്പം ഞാൻ ഈ കളർ ചെയ്തിട്ടുള്ള ഭാഗത്ത് നമ്മൾ പറയുന്ന പോലെ സ്ലിപ്പ് റിംഗ് ആണ്. അപ്പോൾ ഈ വരുന്ന കോയിൽ AB എന്ന് പറയുന്ന ഈ ഒരു കോയിൽ സ്ലിപ്പ് റിംഗ് 1ലോട്ടും ദെൻ CD എന്ന് പറയുന്ന കോയിൽ സ്ലിപ്പ് റിംഗ് 2ലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് റിംഗ് 1ലോട്ടും സ്ലിപ്പ് റിംഗ് 2ലോട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ഇതിനെ ഒരു കാർബൺ ബ്രഷ്, അതായത് ഈ കറണ്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്, ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു. വോൾട്ടേജ് നമ്മൾ പുറത്തേക്ക് വരണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു സർക്യൂട്ട് വെച്ച് ക്ലോസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടേക്ക് കറണ്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ബ്രഷ് എന്ന് പറയുന്ന ഒരു കാർബൺ ബ്രഷാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ആ ബ്രഷിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ പുറത്തോട്ട് വരുള്ളൂ, കറണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബ്രഷിന് നമ്മൾ കറണ്ട് കളക്ടിങ് ബ്രഷസ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ കൺസ്ട്രക്ഷനകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ എഴുതാം, ദീസ് ടു മാഗ്നറ്റ്സ് അല്ലേ, ദീസ് ടു മാഗ്നറ്റ്സ് will produce a magnetic field. Magnets will producing a magnetic field. അത് കിട്ടിക്കഴിഞ്ഞു. ദെൻ നമുക്കറിയാം ഈ കോയിൽ, ഒരു കോയിലുണ്ട്, കോയിൽ ABCD. നമ്മൾ ഒറ്റ ടേണുള്ള ഒരു കോയിലാണ് ഇപ്പോൾ ഉപയോഗിച്ച്. മെയിൻലി ഇൻസുലേറ്റഡ് കോപ്പർ എന്ന് പറഞ്ഞാൽ ആ കോയിലിന് ചുറ്റും ഒരു ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ കാണുന്ന വീട്ടിൽ വാങ്ങുന്ന വയറല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ വൈൻഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വയറുണ്ടാവും, അതിൻ്റെ പുറത്ത് വാർണിഷ് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇൻസുലേറ്റഡ് കോപ്പർ വയർ, കോപ്പർ കോയിൽ അതെന്ത് ചെയ്യുന്നു, ഈ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു യൂസിങ് ഷാഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് അതിന്. അപ്പോൾ ഇൻസുലേറ്റഡ് കോപ്പർ കോയിൽ ഈസ് rotated
inside the magnetic field. Then നമ്മൾ പറഞ്ഞു സ്ലിപ്പ് റിങ്സ് ഉണ്ട്. സ്ലിപ്പ് റിങ്സും അതിനോട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കോയിൽ ഉണ്ടായിരുന്നത്. സ്ലിപ്പ് റിങ്സ് ആർ ഫിക്സഡ് ടു ദ കോയിൽ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് വിത്ത് ഇറ്റ്. ഓക്കെ. ദെൻ അടുത്ത പാർട്ട് നമ്മൾ പറഞ്ഞത് ബ്രഷാണ്. ബ്രഷ് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാർബൺ ആണ്. അപ്പോൾ നോർമലി കാർബൺ ബ്രഷ് എന്ത് ചെയ്യുന്നു? റബ്ബ് അഗെയിൻസ്റ്റ് സ്ലിപ്പ് റിംഗ്. ആൻഡ് അതെന്ത് ചെയ്യും? കളക്ട്സ് കറണ്ട് ടു ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഓക്കെ. അപ്പോൾ ഈ സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ടായിരിക്കും. ഒരു പോസിറ്റീവ് കറണ്ട് വരുന്നതും ഒരു നെഗറ്റീവ് കറണ്ട് വരുന്നതും. അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു രണ്ട് സ്ലിപ്പ് റിങ്ങിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സ്ലിപ്പ് റിങ് കാർബൺ ബ്രഷിനോട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ സ്ലിപ്പ് റിങ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ കാർബൺ ബ്രഷ് അതിനോട് ടച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ എന്ത് സംഭവിക്കും? ആസ് ദ കോയിൽ റൊട്ടേറ്റ്സ്, എന്താണ് കോയിൽ റൊട്ടേറ്റ് ചെയ്യാണ്? നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ മാഗ്നറ്റിക് ഫീൽഡിനെ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് ഫ്ലക്സിനെ അത് കട്ട് ചെയ്യും. ഓക്കെ. ഇറ്റ് കട്ട്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. It cut the magnetic fields and an EMF is generated. നമ്മൾ പറഞ്ഞു EMF ജനറേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പുറത്ത് ആ സർക്യൂട്ട് വെച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് എ കറണ്ട് വിൽ ഫ്ലോസ്. പുറത്തിരിക്കുന്ന ആ ലോഡ് റെസിസ്റ്റൻസ് കൂടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇനി നമുക്ക് സ്ലിപ്പ് റിംഗ്. സ്ലിപ്പ് റിംഗ് എന്ത് ചെയ്യും? സ്ലിപ്പ് റിംഗ് കീപ് ദ കോയിൽ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബ്രഷസ് ത്രൂ ഔട്ട് ദ റൊട്ടേഷൻ. ഓക്കെ. സ്ലിപ്പ് റിംഗ് ത്രൂ ഔട്ട് ദ റൊട്ടേഷൻ എന്ത് ചെയ്യും? കോയിലിനെ നമ്മുടെ ബ്രഷായിട്ട് കണക്ട് ചെയ്യുന്നതാണ് സ്ലിപ്പ് റിംഗ്. ആസ് എ റിസൾട്ട് എ കറണ്ട് ഫ്ലോസ് ഇൻ ഓൾട്ടർനേറ്റീവ് ഡയറക്ഷൻ പ്രൊഡ്യൂസിങ് എ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനകത്ത് നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അത് നമുക്ക് നോക്കാം. അതിൻ്റെ ആനിമേഷൻ നമുക്ക് തൽക്കാലം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഇതിൻ്റെ ഒരു EMFൻ്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യാം. അതിന് ദ സ്ലിപ്പ് റിംഗ്, നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ്, ദ സ്ലിപ്പ് റിംഗ് എന്ത് ചെയ്യുന്നു? കീപ്സ് ദ കോയിൽ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബ്രഷസ് throughout the rotation. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര 360 ഡിഗ്രിയാണ് ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ കോയിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ആ പോയിന്റിലേക്ക് തന്നെ വന്ന് ഇങ്ങനെ തിരിച്ചെത്തണം എന്നുണ്ടെങ്കിൽ 360 ഡിഗ്രിയാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് റൊട്ടേഷൻ. ത്രൂ ഔട്ട് ദ റൊട്ടേഷൻ ആൻഡ് ആസ് ആൻ result, what will happen? Current will flow in alternate direction. Which will produce alternating current, AC. Okay. ഇങ്ങനെയാണ് അവിടെ AC ജനറേഷൻ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഈ റെഡ് കളറിലുള്ളതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. മാഗ്നറ്റിക് ഫീൽഡ്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഒരു ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നമുക്ക് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ.
നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ആദ്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിന് മുന്നേ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഡിറൈവ് ചെയ്തിരിക്കാം. EMFൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ ഫസ്റ്റ് നമുക്ക് ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഓരോ ആംഗിളായിരിക്കും നമുക്ക് റൊട്ടേഷൻ ഉണ്ടായിരിക്കുക. ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ അത് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, T സെക്കൻഡിലാണ്. അപ്പോൾ നമ്മുടെ കോയിൽ റൊട്ടേറ്റ്സ് ആൻഡ് ആംഗിൾ തീറ്റ എത്ര സമയത്ത്? ഇൻ ടൈം ടി, സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്ന ഒരു ടൈമിൽ അത് റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഫ്ലക്സ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അത്രയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഒമേഗ ടി എന്ന് എഴുതാം. അതായത് വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി, ആംഗിൾ തീറ്റ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസ് ഈക്വൽ ടു ഒമേഗ, അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം ടി, ഒമേഗ ടി എന്ന് പറയാം. ഓക്കെ, ദെൻ നമുക്ക് EMFൻ്റെ ഇക്വേഷൻ അറിയാം. നമുക്ക് ഇൻഡ്യൂസ് EMFൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു d∅dt എന്ന് നമുക്കറിയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ഇൻറ്റു dt. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഫ്ലക്സിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതിയാൽ മതി. ഓക്കെ, ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫ്ലക്സ് ലിങ്കേജ് എത്രയുണ്ട്? ലിങ്കിങ് ഫ്ലക്സ് നമ്മുടെ കോയിലായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5m cos omega t. This is the component of flux. Along perpendicular to the plane of paper, plane of coil. ജസ്റ്റ് ഈ ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ ഇത് അറിഞ്ഞിരുന്നാൽ മതി, 5m cos omega t. ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഈ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു d∅dt വേ ഫൈ ഈസ് ഈക്വൽ ടു 5m cos omega t. ഇനി ഇതിനകത്തിട്ട് നമ്മൾ n ഇൻറ്റു d/dt ഓഫ് ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5m cos omega t എന്ന് വരും. That is equal to d∅ derivative of cos omega t is equal to minus sign. Then minus ഇവിടുത്തെ മൈനസും കൂടി ആകുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആവും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു 5mn ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഓക്കെ, ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ induced EMF. E is equal to maximum flux into n into omega into sin omega t. ഓക്കെ, ഇനി നമുക്ക് സൈൻ്റെ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0. വെൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു 0 നമുക്ക് E ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതേമാതിരി ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/2. വെൻ ഒമേഗ ടി ഈസ് ഈക്വൽ ടു π/2 E ഈസ് ഈക്വൽ ടു എന്താണ്? സൈൻ ഒമേഗ ടിയുടെ വാല്യൂ 1 ആവും. സൈൻ π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 90. സൈൻ 90 ഈക്വൽ ടു 1 ആവുമ്പോൾ E ഈസ് ഈക്വൽ ടു 5mn ഒമേഗ എന്ന് വരും. ഓക്കെ, ദെൻ ഈ ഒരു സമയത്ത്, അതായത് വെൻ ഒമേഗ ടി ഈക്വൽ ടു π/2 E ഈസ് ഈക്വൽ ടു 5mn ഒമേഗ. ഈ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സൈൻ ഒമേഗ ടിയുടെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ ആ സമയത്ത് ഉള്ള ഇയുടെ വാല്യൂവിന് നമ്മൾ മാക്സിമം വാല്യൂ EM ഈസ് ഈക്വൽ ടു EM വെൻ ഒമേഗ ടി ഈക്വൽ ടു π/2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് EMF E ഈസ് ഈക്വൽ ടു 5mn ഒമേഗ എന്നുള്ളതിനെ നമുക്ക് EM എന്ന് വിളിക്കാം. EM സൈൻ ഒമേഗ ടി എന്ന് പറയും. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ
sin omega instantaneous value E of alternating EMF. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതാ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മുടെ കോയിൽ ഇങ്ങനെയുണ്ട്, അതിൻ്റെ പ്ലെയിന് ആണ് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ റെഡ് കളർ വേണ്ട നോക്കുന്നത്, ഇതാണ് അതിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്ലെയിൻ. ഈ സമയത്ത് എന്താണ് ഇതായിട്ട് ലിങ്ക് ചെയ്യുന്നത്, അതായത് രണ്ടും പെർപെൻഡിക്കുലർ ആണ് അല്ലേ. തീറ്റ ഈസ് ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്, ഒന്നാമത്തെ കേസ്. 0 ഡിഗ്രി, തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. 0 ഡിഗ്രിയിൽ എന്ത് സംഭവിക്കും, ദ ഫ്ലക്സ് ഇതാ പോകുന്നു. ദെൻ ദിസ് ഈസ് ദ പിങ്ക് കളറിലുള്ളതാണ് നമ്മുടെ കോയിൽ എന്ന് പറയുന്നത്. ഈ സമയത്ത് എന്താണ്, ഈ സമയത്ത് ഇതാ ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി 0, കാരണം ഫ്ലക്സ് ലിങ്കേജ് അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ കോയിൽ വിൽ ബി മിനിമം. ഓക്കെ, ദെൻ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. രണ്ടാമത് എന്ത് ചെയ്തു, തീറ്റ 90 ഡിഗ്രി ആയി. തീറ്റ 90 ഡിഗ്രി ആയപ്പോൾ ഇതാ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ കേസ്. കോയിൽ റൊട്ടേറ്റ് ചെയ്തു 90 ഡിഗ്രി കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഇതിൽ റൊട്ടേഷൻ ഇവിടെ ഇവർ 90 ഡിഗ്രി ക്ലോക്ക് വൈസിലാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ AB എന്ന് പറഞ്ഞിരുന്നത്, ഇത് നമ്മുടെ സിയും ഡി ആണ്. അപ്പോൾ AB നേരെ തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഇതിന് നമ്മുടെ കോയിൽ ഇങ്ങനെ ഫ്ലക്സ് എന്ന് പറയുന്നത് എല്ലാ ഫ്ലക്സും നമ്മുടെ കോയിൽ കൂടെ കടന്നു പോകുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ എന്തായി, വോൾട്ടേജ് വിൽ ബി മാക്സിമം. ദെൻ വീണ്ടും ഒരു 90 ഡിഗ്രിയും കൂടി റൊട്ടേറ്റ് ചെയ്തു, അതായത് 180 ഡിഗ്രി മൊത്തം റൊട്ടേഷൻ 90. ആ സമയത്ത് എന്തായി, നേരത്തെ ചെയ്ത അതേമാതിരി തന്നെയായി. പക്ഷെ നേരത്തെ സിയും ഡിയും മുകളിലിരുന്ന് ഇപ്പോൾ എയും ബിയും ആയി മുകളിലോട്ട്, സിയും ഡിയും താഴേക്ക് വന്നു. ദെൻ അപ്പോൾ എന്തായി, കണ്ടക്ടറിനായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് നമുക്ക് മിനിമം ഫ്ലക്സ് ലിങ്കേജ് ആയിരിക്കും. അതുകൊണ്ട് വോൾട്ടേജ് വിൽ ബി 0. ഓക്കെ, 0 ആയി മാറി. ഈ സമയത്ത് നമുക്ക് മാക്സിമം വോൾട്ടേജ് കിട്ടിയെങ്കിൽ ഈ സമയത്ത് 0 വോൾട്ടേജ് കിട്ടി. ഓക്കെ, ദെൻ ഒരു 270 ഡിഗ്രി ഒരു 90 കൂടി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മൾ രണ്ടാമത്തെ കേസിൽ ഇരുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പോൾ കോയിലും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ഈ മാക്സിമം വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും, പക്ഷേ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും. മാക്സിമം വോൾട്ടേജ് ബട്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഓക്കെ, നേരെ തിരിഞ്ഞു വന്നു. ദെൻ അഗെയിൻ 360 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാ, അപ്പോൾ ഇവിടുന്നാണ് നമ്മുടെ കണ്ടക്ടർ ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. റൊട്ടേറ്റ് ചെയ്ത് ഇതാ ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി ആയി. ദെൻ അഗെയിൻ 180 ഡിഗ്രി, തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തുമ്പോൾ 360 ഡിഗ്രി, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ വന്നു. അപ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് വോൾട്ടേജ് സൈക്കിൾ നമുക്കിവിടെ കിട്ടി, EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കിട്ടി. അപ്പോൾ ഈ ഫിഗർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പോൾ മനസ്സിലാക്കാം, ദ EMF ഇൻഡ്യൂസ്ഡ് varies as the sine function of the time. Okay, EMF induced is varying as the sine function of the time omega t. ഫസ്റ്റ് നമുക്ക് ആ വേവ് ഫോം വരയ്ക്കാം. ഒരു വേവ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF varies as the sine function of time angle omega t. omega t ന്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മൾ പ്ലോട്ട് ചെയ്തു അതിന്. ഓക്കെ, ദെൻ ആ പ്ലോട്ട് ചെയ്ത EMFനെ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് ദ സൈനുസോയിഡൽ EMF. ഓക്കെ, അത് എന്താണ്, ദ സൈൻ കർവ് ഈസ് കംപ്ലീറ്റഡ് വെൻ ദ കോയിൽ റൊട്ടേറ്റ്സ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 2π റേഡിയൻസ്. കർവ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF സൈൻ കർവ് വിൽ ബി കംപ്ലീറ്റഡ്
is completed when coil rotates. എത്ര ആംഗിൾ 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻ. പൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി, അതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പൈയും. ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി, 2π 360 ഡിഗ്രി എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്ത് റെപ്രസെൻറ്റ്, ഇ ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വേ എം ഇസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, അത് എപ്പോഴാണ് അറ്റൈൻ ചെയ്യുക? വെൻ ഒമേഗ ടി ഇസ് ഈക്വൽ ടു π/2, ഇ ഇസ് ഈക്വൽ ടു ഇ എം. കാരണം സൈനിൻ്റെ വാല്യൂ 1 ആയി പോകും. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറേഷൻ ഓഫ് സിംഗിൾ ഫേസ് എ സി.